ഇപ്പോൾ വലിയ ഒരു അഴിമതി ആരോപണത്തിൽ ബി.ജെ.പി. നേതാക്കളും ഭാഗമായി എന്നുള്ള വാർത്തകൾ വരുന്നു. പാർട്ടി അതേക്കുറിച്ച് പരിശോധിക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ ജാഗ്രത ആവശ്യപ്പെടുന്നൊരു ഘട്ടം തന്നെയാണോ ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് നേതാക്കൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു സമയമാണിത്. അത് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ് ലീഡേഴ്സായാലും അവർ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച്, ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ സത്യസന്ധത പരിശോധിച്ച് തീർച്ചയായിട്ടും ഒരു നിഗമനത്തിലെത്തും. അത് കേന്ദ്രത്തിൽ ഇതിനൊരു നാഥനുണ്ട്. അപ്പം ആ നാഥൻ്റെ കൂടെയുള്ള ഒരു കേരളത്തെ ഉറ്റുനോക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടിയുടെ ഒരു അന്തസ്സും അന്തസ്സത്തെയും എന്താണെന്ന് പറയുന്ന ഒരു നിശ്ചയം അവർക്കുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിന് ഉത്തരവാദിത്വമുള്ള ആൾക്കാർ ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടോളും. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് തെളിയിക്കട്ടെ. ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. ബി.ജെ.പി. ചേർന്ന സമയത്ത് തന്നെ പറഞ്ഞത് രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം അഴിമതിയും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാനല്ല, അത് പാർട്ടിയുടെ തന്നെ തത്വം. അതങ്ങനെ തന്നെയാണ്. അതാണ് താങ്കളെ ബി.ജെ.പിയിലേക്ക് ആകർഷിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഒരു 3 വർഷം കഴിയുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് ഈ സർക്കാർ. അയ്യോ, ആ ചോദ്യമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കൈവച്ചിരുന്നാൽ മതി. അത് നടക്കത്തില്ല കേട്ടോ. അങ്ങനൊന്നും എന്നെ കൊണ്ടുവന്നങ്ങ് ട്രാപ്പ് ചെയ്ത് കെട്ടിക്കാനൊന്നും നോക്കരുത്. ഇത് എവിടെ ഇതില്ലാത്ത എത്രണ്ണം തെളിയിച്ചിട്ടുണ്ട്, എത്രണ്ണത്തിന് ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു 69 വർഷത്തെ 70 വർഷത്തെ ചരിത്രം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട. പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാവുന്നിടത്താണ് നമ്മുടെ വിശ്വാസം വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ബി.ജെ.പി. എന്തായാലും ഇത് ഭൂഷണമല്ല കേൾക്കുന്ന വാർത്തകൾ. ബി.ജെ.പിക്ക് അത് ഭൂഷണമല്ല കേൾക്കുന്ന വാർത്ത. അയ്യോ, അതിനും ഉത്തരം പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനല്ല. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വളരെ കരുതലോടെ പോവുക. ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും ഇപ്പം ശരിക്കും സൂക്ഷിക്കേണ്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരുങ്ങിക്കെട്ടിയ ആൾക്കാർ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ പറഞ്ഞത് തന്നെയാണ്, ജനഹിതം മാത്രം നടക്കണം. അതേത് ഗുഡ് ഗവർണൻസിൻ്റെ, ബെസ്റ്റ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് ആയാലും ശരി തന്നെ ജനഹിതം തന്നെ നടക്കണം. മാത്രമല്ല ജനഹിതം തന്നെ നടക്കാവൂ എന്ന് തന്നെയാണ് ആഗ്രഹം. താങ്ക് യു.